5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കോമ്പിനേഷൻ റെസിപ്പിയുമായിട്ടാണ്. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്യണേ, അതുപോലെ ഷെയറും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂൾ ബാറിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ലെമണേഡും ചെറിയൊരു മധുരവും എരിവും പുളിയും ഒക്കെയുള്ള നല്ലൊരു നാരങ്ങാക്കറി പിക്കിളുമായിട്ടാണ്. ഇതെന്റെ ബ്രദറിന്റെ വീട്ടിലെ നാരകമാണ്. ഇത് ബഡ് നാരകമായതുകൊണ്ട് നാരങ്ങക്കറി ഉണ്ടാക്കിയാലും ലെമണേഡ് ഉണ്ടാക്കിയാലും അധികം കയ്പുണ്ടാവില്ല. ആദ്യം നമുക്ക് നല്ലൊരു നാരങ്ങക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇതിൽ നിന്ന് ഒരു 4 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങയിലെ തൊലിയെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. പീലർ വെച്ചോ ഒരു കത്തി വെച്ചോ അതിന്റെ തൊലിയെല്ലാം ചെത്തിക്കളയാവുന്നതാണ്. നാരങ്ങയിലുള്ള ആ വൈറ്റ് പോർഷൻ എല്ലാം നല്ലതായിട്ടൊന്ന് ചെത്തിയെടുക്കണം. ഇനി ഇത് വളരെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ വളരെ കുറച്ച് അളവിൽ മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ. അരിഞ്ഞെടുത്ത ഈ നാരങ്ങ 1/2 കപ്പാണുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് പച്ചമുളകാണ്. 6 പച്ചമുളകും കൂടി ഞാൻ കനം കുറച്ച് നല്ലതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടിയാണ് ഇനി വേണ്ടുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകൊന്നിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലതായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളകും അരിഞ്ഞു വെച്ച പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പീസ് കായവും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച നാരങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇത് നല്ലതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നാരങ്ങ നല്ലതായിട്ട് വെന്ത് അതിന്റെ ചാറൊക്കെ ഒന്ന് ഇറങ്ങുന്ന ആ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന ആ പുളിയൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. കറിയുടെ പുളിയെ നോക്കിയതിന് ശേഷം ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. അത് നല്ലതായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ ഇനി പൊടികൾ ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയുമാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികളൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കാവോ. ഫ്ലെയിം കൂട്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിന്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ചു വെച്ച ഉലുവയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 മുതൽ 1/4 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലോട്ട്. നല്ലതായിട്ട് തിള വന്നതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പുളിയും ചെറിയ മധുരവും എരിവും ഒക്കെയുള്ള നല്ലൊരു നാരങ്ങാക്കറിയാണിത്. വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് ഈ ഒരു നാരങ്ങാക്കറി മാത്രം മതിയാകും. കറി നല്ലതായിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. 3-4 മാസം ഇത് കേടുവരില്ല. നന ഒട്ടും ഇല്ലാത്ത സ്പൂൺ കൊണ്ടായിരിക്കണം പിക്കിൾ എടുക്കാനായിട്ട്. ഞാനിവിടെ വളരെ ചെറിയ അളവിലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നാട്ടിൽ കിട്ടുന്ന വലിയ നാരങ്ങ കൊണ്ടും സെയിം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇനി അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു ലെമണേഡ് ആണ്. കൂൾ ബാറിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഒട്ടും കയ്പില്ലാതെ തന്നെ മിക്സിയുടെ ജാറിൽ ലെമണേഡ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നാരങ്ങ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. നാരങ്ങയുടെ പുറംഭാഗം ചുരണ്ടിയതും കൂടി ഞാൻ നാരങ്ങ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങാക്കറി ഉണ്ടാക്കാനെടുത്ത അതേ നാരങ്ങ കൊണ്ടാണ് ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത്. ഇനി ഇതിന്റെ സ്കിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നാരങ്ങയുടെ പുറംഭാഗത്തുള്ള ആ വൈറ്റ് പോർഷനൊക്കെ നല്ലതായിട്ട് കട്ട് ചെയ്ത് കളയണം. ഇനി ചെറിയ ചെറിയ കഷണങ്ങളായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. ചെറുനാരങ്ങയാണെങ്കിൽ 1.5 നാരങ്ങ വരെ ചേർക്കാവുന്നതാണ്. ഇത് നല്ല പുളിയുള്ള നാരങ്ങ ആയതുകൊണ്ട് 1 നാരങ്ങ ചേർത്താൽ മതി.
ഇനി ജ്യൂസൊക്കെ അടിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. പഞ്ചസാരയും വെള്ളവും കൂടി നല്ലതായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ച നാരങ്ങയും ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച നാരങ്ങയുടെ ആ പുറം ഭാഗവും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പച്ച കളറിലുള്ള ഈ നാരങ്ങയുടെ ഈ സ്കിന്നും കൂടെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നാരങ്ങ വെള്ളത്തിന് നല്ലൊരു റിഫ്രഷിങ് ഫീലാണ് കിട്ടുന്നത്. ഇതിലേക്ക് ഇനി 1 ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് നേരം മിക്സിയിലിട്ട് അടിക്കരുത്. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് മാത്രമേ മിക്സിയിൽ ഒന്ന് അടിക്കാവൂ. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ടൊന്ന് സെർവ് ചെയ്യാം. ആദ്യം ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ച നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നാരങ്ങയുടെ ആ തൊലിയും കൂടെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നാരങ്ങ വെള്ളത്തിന് നല്ലൊരു റിഫ്രഷിങ് ഫീലാണ്. നാരങ്ങ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നാരങ്ങയുടെ നല്ലൊരു മണമാണ് വരുന്നത്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിരുന്ന ആ സബ്ജ സീഡും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ രീതിയിലൊക്കെയാണോ അച്ചാറൊക്കെ ഇടുന്നതെന്നൊന്ന് അഭിപ്രായം പറയണേ. അടുത്ത പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.